എന്തു വേണം? ചന്ദ്രമതിയോടൊന്ന് സംസാരിക്കാനാ വന്നത്. എന്ത് സംസാരിക്കാൻ? ഒന്ന് ഇരുന്ന് സംസാരിക്കാമോ? ഇല്ല. അഥവാ ഇരിക്കണമെങ്കിൽ ദേ ഈ മുറ്റത്ത്. തേവക്കാട്ടെ വീട്ടിനകത്തേക്ക് ഇനി വഞ്ചകർക്കും ചതിയർക്കും പ്രവേശനമില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. ദേവികയുടെ അറസ്റ്റിനെ കുറിച്ച് പറയാനാ ഞാൻ വന്നത്. അതൊക്കെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാ മതി. ചന്ദ്രമതി, ഒരു മിനിറ്റ്. പെട്ടെന്ന് പറയണം. ചന്ദ്രമതി, വഴക്ക് കൂടാനല്ല ഞാൻ വന്നത്. അതിനായിട്ടാണ് വന്നതെങ്കിലും ഒരു പ്രശ്നവുമില്ല. വഴക്കുകൂടാ. ചന്ദ്രമതി, തേവക്കാട്ട് ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നുവെന്നും ആ ഗുണ്ടകളെ അയച്ചത് ദേവികയാണെന്നും പറഞ്ഞിട്ടാ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ചന്ദ്രമതി, ദേവിക അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. തെറ്റിദ്ധാരണയാ. ചന്ദ്രമതി ആ പരാതി പിൻവലിക്കണം. പ്രഭാവതിക്ക് പോവാം. ആന്റി പറഞ്ഞത് കേട്ടില്ലേ? പൊയ്ക്കോ. ചെയ്തതിനൊക്കെ അവൾ അനുഭവിക്കും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി വരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ദിവസം ഇവിടെ കയറി ഇറങ്ങേണ്ടി വരും കാല് പിടിക്കാൻ. എത്ര കാല് പിടിച്ചാലും എന്റെ കരൾ അലിയില്ല. ഒന്ന് പോയി തരുവോ? മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ബാലുവിന്റെ ആത്മാവിനെ പോലും കളങ്കപ്പെടുത്താൻ നോക്കിയവളാ ദേവിക. പുതിയ കഥകളും കൊണ്ട് വന്നു. ചെകിട്ട തടിയും കൊടുത്താ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. അതിന്റെ പകയില്ല അവള് തനുജയെ കൊല്ലാൻ ആളുകളെ വിട്ടത്. എന്നോടുള്ള വാശി തീർക്കാൻ ഈ വീട്ടിലേക്ക് ഗുണ്ടകളെ വിടണ്ടായിരുന്നു. പറഞ്ഞാ മതിയായിരുന്നു. മറ്റെവിടെയെങ്കിലും വെച്ച് കാണായിരുന്നു. അതിന് ഇതൊന്നും അവൾ അറിഞ്ഞതല്ല. ദേവികയ്ക്കോ എന്റെ കുടുംബത്തിനോ ഈ സംഭവത്തിൽ പങ്കില്ല. ഇതിന്റെ പിറകിൽ ആരാണെന്ന് അന്വേഷിക്കണം. എന്തെങ്കിലും ഒന്ന് തെളിയുന്നതിന് മുൻപ് ദേവികയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല വേണ്ടത്. ഇനി എന്ത് തെളിയേ? ചെയ്തതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കലേ ഇനി ബാക്കിയുള്ളൂ. അത് ശരി. അപ്പൊ സ്വയം അങ്ങ് കോടതിയാവുകയാണല്ലേ? അവൾക്ക് വേണ്ടി ബാധിക്കാനല്ല, ന്യായത്തിനു വേണ്ടിയാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനോ അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടോ എന്ന് ചിന്തിക്കാനോ കൂട്ടാക്കുന്നില്ലല്ലേ? സിദ്ധുവിനെ ജയിലിലാക്കി ഇപ്പൊ ദേവികയെ അകത്തിടാന്നായിരിക്കും കരുതിയിരിക്കുന്നത് അല്ലേ? ഇവിടെ കിടന്ന് കൂടുതൽ ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. അവളെ അകത്തിടാനല്ല, അവളെ തീർക്കാന്നാ കരുതിയത്. പോലീസ് അറസ്റ്റ് ചെയ്തതിന് നന്ദിയാ പറയേണ്ടത്. ഞാനാണ് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ മരണശിക്ഷ ആവുമായിരുന്നു അവൾക്ക്.